ചെറുപ്പം വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച എന്റെ കഴിഞ്ഞ വീഡിയോകൾക്ക് എന്റെ ഓരോ പ്രേക്ഷകനും തന്ന കമന്റും ലൈക്കും ഞാൻ വളരെ വിലമതിക്കുന്നു. ഈ ചാനലിൽ നമ്മൾ അവതരിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അക്ഷരത്തെറ്റുകൾ എന്ന് പറയുന്ന എന്റെ ഒരു വീഡിയോയ്ക്കാണ്. അതിന്റെ ഒരു ലിങ്ക് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് പലരും എന്നോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച കൂടുതൽ വീഡിയോ ചെയ്യണം. എന്നാലും അത് സംബന്ധിച്ച വിവരങ്ങളുടെ ലഭ്യതക്കുറവ് കാരണമാണ് ഞാനത് ചെയ്യാതിരുന്നത്. ഇന്ന് നമ്മൾ പൊതുവിദ്യാഭ്യാസത്തെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്, പൊതുവിദ്യാഭ്യാസത്തിന്റെ ചില അപ്പൻഡിക്സുകളെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ റഹീം രാജ്യസഭയെ ഞെട്ടിക്കുന്ന കണ്ടായിരുന്നു. കേരളം ഇന്ന് ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചെയ്യുമോ. എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. കേരളം ഇന്ന് ചെയ്യുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. റഹീം സാഹിബിന്റെ അറിവിലേക്കാണ്. കേരളത്തിലെ ഇന്നത്തെ CPM ദേശീയ ജനറൽ സെക്രട്ടറി ബേബി സഖാവ് പേര് മാറ്റിയ ഒരു സ്ഥാപനമുണ്ട്, കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ. പേര് മാറ്റിയിട്ട് അത് സ്കോൾ കേരള എന്നാക്കി. നല്ല പേരാ, സ്കോൾ കേരള. സ്കോൾ കേരളയിലെ വിവരാവകാശ നിയമപ്രകാരം അത് ഏതൊക്കെ കോഴ്സാണ് നടത്തുന്നത്, എന്തൊക്കെ പരീക്ഷയാണ് നടത്തുന്നത്, നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഒറ്റ വരി മറുപടിയാണ്, ഞങ്ങള് 1955 തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണെന്നും മേലാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് ചോദിക്കില്ലെന്നും ഞങ്ങളൊന്നും പറയത്തില്ലെന്നും ഞങ്ങൾ വെറും ചാരിറ്റബിൾ സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വെറും ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സൊസൈറ്റി രജിസ്ട്രാർ എങ്ങനെയാണ് രജിസ്ട്രേഷൻ കൊടുത്തത്? എന്നിട്ട് ആ രജിസ്ട്രേഷൻ വെച്ച് ഇവരെങ്ങനെയാണ് ബോർഡ് പരീക്ഷയാണ് നടത്തുന്നത്? നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പരീക്ഷയാണ് നടത്തുന്നത്. കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളിന്റെ 10th +2 പിന്നെ DCA യോഗ അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ അതൊരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാവരും മാനിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. പക്ഷേ കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്ന സ്കോൾ കേരള പറയുന്നത് ഞങ്ങളൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒന്നുമില്ല, ഞങ്ങളൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, ഞങ്ങൾ കോഴ്സ് ഒന്നും നടത്തുന്നില്ല. ഞങ്ങൾ കോഴ്സൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആദ്യം ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആക്കണം. കാര്യം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, എങ്കിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, ഉണ്ടെന്ന് തന്നെ വരട്ടെ. കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ പരീക്ഷ നടത്തുന്നുണ്ടോ? +10 +2 നടത്തുന്നില്ല. അവര് വിജ്ഞാപനം കൊടുക്കും, കുട്ടികളെ എൻറോൾ ചെയ്യും, അവരിൽ നിന്ന് പൈസ മേടിക്കും, അവർക്ക് പുസ്തകങ്ങൾ കൊടുക്കും, കണ്ടിന്യൂറ്റി ക്ലാസ് ഒക്കെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി കൊടുക്കും. എന്നിട്ട് പരീക്ഷ നടത്തുന്നത് കേരള ഹയർ സെക്കൻഡറി ബോർഡാണ്. ലോകത്ത് ഇങ്ങനെ ഒരു സംവിധാനം വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിയത്തില്ല. പഠിപ്പിക്കുന്നത് ഒരു ബോർഡും പരീക്ഷ നടത്തുന്നത് വേറൊരു ബോർഡും. അപ്പൊ പരീക്ഷ നടത്താൻ പറ്റാത്ത ബോർഡാണോ സ്കോൾ കേരള എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കണം. സ്കോൾ കേരളയിൽ പഠിച്ചിട്ട് ഹയർ സെക്കൻഡറി ബോർഡ്, ഇപ്പൊ ഞാൻ ഹയർ സെക്കൻഡറി ബോർഡിൽ ചോദിച്ചപ്പോഴത്തെ അവർ ഗവൺമെന്റ് ഓർഡർ ഒക്കെ കാണിച്ചിരുന്നു. ഇന്ന ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഞങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളിന് വേണ്ടിയിട്ട് പരീക്ഷ നടത്താനുള്ള അധികാരം ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂളിന് പരീക്ഷ നടത്താനുള്ള അധികാരം ഇല്ല എന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ അത്? ഇനി ഇതേ തൂവൽ പക്ഷിയായിട്ട് നമ്മുടെ കേരളത്തിൽ വേറെ ഒരു സ്ഥാപനമുണ്ട്, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി. അതിനകത്ത് ചാരിറ്റബിൾ സൊസൈറ്റി എന്നല്ല, അതൊരു അതോറിറ്റിയാണ്. കേരള സ്റ്റേറ്റ് സാക്ഷരതാ മിഷൻ അതോറിറ്റി കേൾക്കുമ്പോഴത്തേ വലിയ പേരാണ്. പരീക്ഷ നടത്തുന്നുണ്ടോ? നിങ്ങൾ എൻറോൾമെന്റ് നടത്തുന്നുണ്ടോ? ഉണ്ട്. വിജ്ഞാപനം നടത്തുന്നുണ്ടോ? ഉണ്ട്. പരീക്ഷ നടത്തുന്നുണ്ടോ? അത് ആരെങ്കിലും നടത്തും. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ? അത് അവർ കൊടുത്തോളൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്ന? ഇതാണ് നമ്മളെ അവസ്ഥ. ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മളെ വിദ്യാഭ്യാസ രംഗം സുതാര്യമാവണമെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അംഗീകരിക്കപ്പെടണമെങ്കിലും ഏത്
സ്ഥാപനമാണോ വിജ്ഞാപനം നടത്തി കുട്ടികളെ എൻറോൾ ചെയ്യുന്നത്, ആ സ്ഥാപനം തന്നെ പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും യൂണിവേഴ്സിറ്റികൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി, പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ യൂണിവേഴ്സിറ്റിയും വെച്ചാൽ പോരെ. എന്തിനാണ് കേരള ഹയർ സെക്കൻഡറി ബോർഡ് ഇവർക്ക് വേണ്ടിയിട്ട് പരീക്ഷ നടത്തുന്നത് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഹയർ സെക്കൻഡറി ബോർഡ് ആൾറെഡി ഇപ്പോൾ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഇവരെല്ലാം കുട്ടികളിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു, സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റ് വാങ്ങിക്കുന്നു, മറ്റെല്ലാം വാങ്ങിക്കുന്നു. പക്ഷെ പരീക്ഷ നടത്തുന്നതും അതിന്റെ ഉത്തരവാദിത്വവും മറ്റു ജോലിയെല്ലാം ഹയർ സെക്കൻഡറി ബോർഡിനാണ്. ഈ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി ബോർഡ് ഇതിനു വേണ്ടിയിട്ട് എന്ത് കുറ്റമാണ് ചെയ്തത്? ഇവർക്ക് അങ്ങനെ ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള അതോറിറ്റി ഉണ്ടോ? അതിനെ പറ്റിയിട്ട് ജനങ്ങൾ അന്വേഷിക്കണം. അതിനെപ്പറ്റി ആൾക്കാരെ ബോധവാന്മാരാണ്. ഇനി രണ്ടാമത്തെ വിഷയം ഇതിനേക്കാളും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം. ഇന്ത്യ ഗവൺമെന്റ് അവരുടെ എല്ലാ ജോലിക്കും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലെയും പരീക്ഷയ്ക്ക് തിയറിക്ക് പ്രത്യേകമായിട്ട് 33% മാർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും 25% മാർക്ക് മതി. എന്തായാലും 30-ൽ താഴെയാണ്. എത്രയെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പറയുന്നതിനകത്തുള്ള സീരിയസ്നെസ് ആയിട്ട് അത് ഞാൻ ഒരുപാട് പേരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ട്, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കുട്ടി 10ാം ക്ലാസ്സിൽ 30% താഴെ മാർക്ക് വാങ്ങിച്ച് തിയറിക്ക് വാങ്ങിച്ച് ജയിച്ചു പോയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ആ കുട്ടിക്ക് ജോലി നിഷേധിക്കപ്പെടും. എന്നാൽ ഇത് പരസ്യമായിട്ട് എന്റെ ജോലി നിഷേധിച്ചു എന്ന് പറയാൻ ഒരു കുട്ടിയും തയ്യാറാവുന്നില്ല. കാര്യം കുട്ടി വാങ്ങിച്ച മാർക്ക് കുറവാണല്ലോ. അപ്പോ നമ്മൾ ഈ സിസ്റ്റത്തിനെ ആണ് നമ്മൾ വിമർശിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിന് ജോലി കിട്ടേണ്ടത് ഇത്ര ശതമാനമാണെങ്കിൽ അതിൽ കുറച്ച് സംസ്ഥാനത്തിന് ജയിക്കാനുള്ള മിനിമം മാർക്ക് നിശ്ചയിക്കാൻ എങ്ങനെ കഴിയും? കാര്യം വിദ്യാഭ്യാസം നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു സംസ്ഥാന വിഷയമല്ല. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നുള്ളതൊക്കെ ലോട്ടറി, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതായത് സ്റ്റേറ്റിനും കേന്ദ്രത്തിനും ഒരേ രീതിയിൽ അധികാരമുള്ള ഏരിയകളാണ്. അവിടെ സംസ്ഥാന നിയമം കേന്ദ്ര നിയമത്തിന് ഒരിക്കലും മറികടക്കാൻ പാടില്ല. സംസ്ഥാനത്ത് നിയമം ഉണ്ടാക്കാം, കേന്ദ്രത്തിന് നിയമം ഇല്ലാത്തടത്ത് സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാം. അതേസമയം കേന്ദ്ര നിയമം വ്യക്തമായിട്ടൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിനെ ക്രോസ് ചെയ്തുകൊണ്ട്, അതിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കാനോ അത് നടപ്പിലാക്കാനോ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ് ഈ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ആ അഭിപ്രായത്തിന്റെ ബലത്തിലാണ് ഞങ്ങൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നന്ദി, നമസ്കാരം.